ഹലോ, ഇന്നൊരു മിനി വ്ളോഗാണേ. ഇത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, വല്ല റിസോർട്ടോ മറ്റോ ആയിരിക്കുമെന്ന്. പക്ഷേ ഇത് റിസോർട്ടല്ല, ഇതൊരു ഹോസ്പിറ്റലാണ്. ഇന്ന് രാവിലത്തെ യാത്ര ഹോസ്പിറ്റലിലേക്കായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡൊക്കെ കൊടുത്ത് തിരിച്ച് ഞങ്ങൾ നാട്ടിലോട്ട് തന്നെ പോന്നു. അപ്പം ഞങ്ങൾ ഇതേ പുത്തൻകുരിശ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ പാർത്തിക സെൻറ്ററുള്ളത്. ഇന്ന് മലയൻകുരിശ് ശ്രേഷ്ഠ ബാബയുടെ 40ാം ചരമദിനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദേശത്തു നിന്നും എല്ലാ നാട്ടിൽ നിന്നും തന്നെ ആൾക്കാർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. നമ്മുടെ യൂസഫ് അലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാർ, അതുപോലെ പിന്നെ വേറെ സ്ഥലത്തുള്ള വലിയ വലിയ ബാവമാരും കാര്യങ്ങളൊക്കെ ആയിട്ട് പുത്തൻകുരിശ് നാട് തന്നെ ഇന്ന് നിറച്ചും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞേക്കുവാണ്. മുഴുവൻ വാഹനങ്ങളും ബഹളവും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ തോന്നി. അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് കിട്ടുകയും ചെയ്തു. ഇതുപോലെ തിരക്ക് പിടിച്ചൊരു നാട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഈ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു തിരക്ക് പിടിച്ച ദിവസവും ഇന്നാണ് കണ്ടത്. നിറച്ചും ആൾക്കാരും ബഹളമൊക്കെ ആയിട്ട്. പള്ളിപ്പെരുന്നാളിന് പോലും ഇത്രയും ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ നാടിപ്പം എല്ലാവരും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ ബാവയുടെ പേരിൽ. അപ്പം ഇത് നിറച്ചും നാട്ടിൽ നിറച്ചും ഇതുപോലെ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിടെ വരുന്ന എല്ലാവർക്കും തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. എന്നിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റലിലോട്ട് വരേണ്ട വന്നു കേട്ടോ. ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി, ഡോക്ടറെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ട വന്നു. അവിടെയും നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മുടെ ക്രിസ്മസ് ഇതേ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവിടുത്തെ രോഗികൾക്കും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അല്ലേ, പോകുന്ന നമുക്കും അതുപോലെ തന്നെ. അപ്പോൾ തിരിച്ചിതേ പോകുന്നപ്പോൾ ഞങ്ങളുടെ കടയിലെത്തിയപ്പോൾ ഇതേ കടയുടെ അടുത്തൊക്കെ നിറച്ചും വാഹനങ്ങളും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് മക്കളെയും കൂട്ടിയിട്ട് നമ്മുടെ ബാവയുടെ കബറിടം കാണാനായിട്ട് പോയിട്ടോ. അവിടെ പോയി പ്രാർത്ഥിക്കുകയും തിരികെത്തിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. വരുന്ന എല്ലാ ആൾക്കാർക്കും തന്നെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് മക്കളെയും കൊണ്ട് കുറച്ച് സമയം അവിടെ നടന്നു. കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കാനുള്ള സ്ഥലം പോലും കിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മക്കൾ പറഞ്ഞ ഐസ്ക്രീം വേണമെന്ന്. രണ്ടുപേർക്കും നല്ല ജലദോഷം ഉണ്ടായിരുന്നു. എന്നാലും പാവമല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ പുറത്ത് പോവുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട്. പക്ഷെ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായില്ല കേട്ടോ. നമ്മൾ കടയിൽ വന്നിട്ട് അവിടുന്ന് ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്.